നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ഓണം എക്സാമിന് ആദ്യത്തെ 4 ചാപ്റ്ററാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ ഓണം എക്സാമിനും ആനുവൽ എക്സാമിനും ക്രിസ്മസിനും സുഗമേന്തിക്കൊക്കെ ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടെസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ പരിചയമുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ സിന്ദഗി കാ സഫർ, ജീവിതയാത്ര. അപ്പോൾ ജീവിതം എന്താണ്? ഒരു നീണ്ട യാത്രയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ച് ഇപ്പോൾ ഇവിടെ എത്തി 10ാം ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ് ആകുന്ന ഒരു ജീവിതയാത്രയിലൂടെ ഇനി കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഓരോ വർഷം പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് എന്തുണ്ട് ജീവിതത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ പാഠമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം, എല്ലാവരുടെ ജീവിതം എന്താണ്? ഒരു യാത്രയാണ്. അപ്പോൾ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യാം വന്നേക്കാം അല്ലേ. അപ്പോൾ അവയൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ധൈര്യപൂർവ്വം മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജീവിതയാത്രയിൽ കാര്യങ്ങളെക്കുറിച്ചാണ് ഹൈക്കു എന്ന ഈ പാഠത്തിൽ പറഞ്ഞത്. ഇതൊരു ജാപ്പാനി കവിതയാണ്. അപ്പോൾ 3 വരിയാണ് അതിൽ വരുന്നത്. ആ 3 വരിയിൽ ഒരുപാട് ആഴത്തിലേക്ക് ചിന്തിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉപദേശമായിട്ടല്ല, ഒരു സന്ദേശമായിട്ടാണ് കവിയുടെ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ 3 വരികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളാൻ കഴിയും. സിന്ദഗി കാ സഫർ, ജീവിതമാകുന്ന യാത്ര. ജീവിതം ഒരു യാത്രയാണ്. ഫസ്റ്റ് വരിയിൽ കൊടുത്തിരിക്കുന്നത് സൂഖ യാ ബാഡ്. എന്താണ് സൂഖ? സൂഖ എന്ന് വെച്ചാൽ വരൾച്ച, വരണ്ടു പോകുന്നൊരവസ്ഥ, എല്ലാമൊക്കെ വറ്റി വരണ്ടു കിടക്കുന്ന അവസ്ഥ. ബാഡ്, ബാഡ് എന്താണ്? പ്രളയം. സാഹബ് എന്ന് വെച്ചാൽ മാന്യൻ, ആങ്കൻ മുറ്റം. സദാ എന്ന് വെച്ചാൽ എന്ന്, ഡെയിലി എന്നൊക്കെ പറയാം. ഫുഹാർ ചെറിയ ചെറിയ തുള്ളികൾ, സ്മോൾ ഡ്രോപ്സ്. അപ്പോൾ സൂക്ക വരൾച്ചയാവട്ടെ വെള്ളപ്പൊക്കമാവട്ടെ മാനിൻ്റെ മുറ്റത്ത് എല്ലായ്പ്പോഴും എന്താണ്? മഴത്തുള്ളികൾ നിറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് സമ്പത്തും കാര്യങ്ങളും ആരോഗ്യം ആയുസ്സൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെയല്ല കുറേ കാലം കഴിയുമ്പോഴും. അപ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. അപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ സമ്പാദിക്കാനും കരുതാനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് സുരംഗമ്മ യാദവിൻ്റെ കവിതയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കവിയെക്കുറിച്ച് പരിചയപ്പെടാം. കവി പറയുന്നത് ഡോക്ടർ സുരംഗമ്മ യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് में हुआ. അവർ ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. യാദവ് കെ പഞ്ചി, ഫാവ് പ്രകോഷ്ഠ, ഗായികി സതി ആദി ഉൻകെ പ്രസിദ്ധ ഹൈക്കു സംഗ്രഹ. അവരുടെ പ്രസിദ്ധമായ ഹൈക്കു ആണ്. ഏതൊക്കെയാണ്? യാദവ് കെ പഞ്ചി, പ്രകോഷ്ഠ, ഗായകി സതി. രാംധാരി സിംഗ് ദിനകർ പുരസ്കാർ സെ വേ സമ്മാനിത് ഹെ. രാംധാരി സിംഗ് ദിനകർ പുരസ്കാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വരിയിൽ പറയുന്നത് സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ, സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഹുഹാർ. അപ്പോൾ ഡോക്ടർ സുരംഗമ്മ യാദവിൻ്റെ ഹൈക്കു എന്ന കവിതയാണ്. യഹാ കവിയത്രി कहती है कि सूखाया बाढ़ होने पर भी साहब के आंगन में हमेशा लघु बूंदें पड़ती है. അപ്പോൾ എന്താണ് കവിയുടെ പറയുന്നത്? സൂഖായ ബാഡ് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും, സാഹബ് കെ ആംഗൻ സാഹബിൻ്റെ മുറ്റത്ത്, ഹമേഷ ലഘു ബൂന്ദേം പടുത്തി ഹെ എപ്പോഴും മഴത്തുള്ളികൾ കാണും. അർത്ഥാത് സമാജമേ അച്ഛായ ബുര, സമൂഹത്തിൽ നല്ലതായിക്കോട്ടെ പൂര ചീത്തയാകട്ടെ, ഉന്നതിയ അവനതി ഉയർച്ചയായിക്കോട്ടെ താഴ്ച ആയിക്കോട്ടെ, ഉൻ സബ്കോ സമാൻ രൂപസെ മാന്യവാല സാഹബ് ഹോ ജാതാ ഹെ. അവയെല്ലാം ഒരേപോലെ കരുതുന്നവരാണ് മാന്യൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും അവർ ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ ഉയർച്ച വരാം, താഴ്ച വരാം, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, എല്ലാം തകർന്നു പോകും, നഷ്ടപ്പെട്ടും ആരും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ധൈര്യത്തോടെ മുന്നേറുക. किसी भी परिस्थितियों की भी हम ശാന്ത രൂപസെ ഖുഷീസെ സാമന കരെ. ഏത് പരിസ്ഥിതിയായാലും ഏത് ചുറ്റുപാടായാലും ഏത് സാഹചര്യമായാലും ഹം ശാന്ത രൂപസെ ഖുഷീസെ സാമന കരെ, സമാധാനത്തോടു കൂടി സന്തോഷത്തോടെ എന്ത് ചെയ്യുക? അതിനെ തരണം ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിത വിജയം വരുന്നത്. അപ്പോൾ സൂഖായ ബാഡ് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും, സാഹബ് കെ ആംഗൻ സാഹബിൻ്റെ മുറ്റത്ത്, സദാ ഹുഹാർ. അപ്പോൾ കവിയത്തിൽ ഉദ്ദേശിക്കുന്നത് सूखाया बाढ़ होने पर, क्या होने पर? सूखाया बाढ़ साहब के आंगन में हमेशा लघु बूंदें पड़ती है. साहब के आंगन में क्या होता है? हमेशा लघु बूंदें पड़ती है. अर्थात अदायद समाज में अच्छा या बुरा, समाज में क्या क्या होता है? अच्छा या बुरा, ഉന്നതി യാ അവന്നതി, ഉയർച്ചയും വരാം താഴ്ചയും വരാം. ഉന്നതി ഉയർച്ച, അവന്നതി താഴ്ച.
ഉൻ സബ്കോ അതിനെല്ലാം സമാൻ രൂപസെ മാന്യവാല അതെല്ലാം എന്താണ് സമാൻ രൂപസെ ശരിയായ രൂപത്തിൽ ഒരേപോലെ തുല്യമായാലും ദുഃഖമായാലും സുഖമായാലും ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ നമ്മളതിനെ കൊണ്ടുപോവുക കിസി ഭി പരിസ്ഥിതിയോ ഈ ഹം ശാന്ത് രൂപസെ ഖുഷീസെ സാമനാക്കരുത് അപ്പോൾ ഏത് പരിസ്ഥിതിയെയും നമ്മൾ എന്ത് ചെയ്യാൻ സമാധാനത്തോടു കൂടി എന്ത് ചെയ്യാൻ തരണം ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായാലും അടുത്ത് വരുന്നത് പിതാനെ ഡൂണ്ടി പിതാര് അച്ഛൻ അന്വേഷിച്ചു ലാട്ടിയാം ബൂട്ടാപ്പേക്ക് ലാട്ടി എന്താണ് വടി ബൂട്ടാപ്പേ വാർദ്ധക്യമായപ്പോൾ അച്ഛൻ എന്തന്വേഷിച്ചു വടി അന്വേഷിച്ചു ദിക്തി നെഹി കാണുവാനില്ല. അപ്പം നല്ല കാലത്ത് അച്ഛൻ എല്ലാവരെയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി വലുതാക്കി എല്ലാ നിലയിൽ എത്തിയപ്പം ചെയ്തു അച്ഛനെ നോക്കാൻ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഗോപാൽ ബാബു ശർമ്മയുടെ ഹൈക്കു ആണിത്. അപ്പോൾ യഹ് കവിതാമേ കവി കഥാഹേക്ക് പിതാ ബൂട്ടാപ്പേക്ക് ലാട്ടിയ ഡൂഡ്താഹെ അച്ഛൻ എന്ത് ചെയ്യുന്നു ബൂട്ടാപ്പെ വാർദ്ധക്യമായപ്പോൾ ലാട്ടിയാ ഡൂണ്ടത്തി എന്നാണ് ലാട്ടിയാ വടി അന്വേഷിച്ചു ലേക്കിൻ വേ കഹി ദിക്തി നഹി പക്ഷെ അത് ഒരിടത്തും കാണാനില്ല. അതായത് അച്ഛന് സഹായമായിട്ട് അവിടെ ആരും വന്നില്ല. ബൂട്ടാപ്പയമേ സബ് ദൂസരോക്ക് മദത് ചാത്തെ ഹെ വാർദ്ധക്യം വരുമ്പോഴാണ് നമുക്ക് ആരുടെയെങ്കിലൊക്കെ സഹായം ആവശ്യം വരുന്നത്. അപ്പം എന്ത് ചെയ്യില്ല ആരും കാണത്തില്ല. ലേക്കിൻ ബൂട്ടാപ്പേക്ക ബഹു സഹാര കഹീസെ നഹി മിൽത്ത പക്ഷേ സഹായം ഒരിടത്തുനിന്നും കിട്ടിയില്ല. ബൂട്ടാപ്പേ हम उन्हें ध्यान देने की പ്രേരണ इससे मिलती है. അപ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് കവി ഈ വരിയിലൂടെ പറയുന്നത്. അപ്പോൾ ആരാരുമില്ലാത്ത വയസ്സായിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വാർദ്ധക്യത്തിൽ എല്ലാവരും മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എന്താ വാർദ്ധക്യം വരുമ്പോൾ ആ ആശ്രയം എവിടെ നിന്നില്ല കിട്ടുന്നില്ല. വാർദ്ധക്യത്തിൽ നാം അവരെ ശ്രദ്ധിക്കാനുള്ള പ്രേരണയാണ് കവി ഈ വരികളിലൂടെ നമ്മെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വയസ്സാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും തിരിച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിൽ അവർക്കൊരു താങ്ങായിട്ട് നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. ലാസ്റ്റത്തത് ഡൂണ്ട്തി രഹി അന്വേഷിച്ചു ബർഫീലി നഗരീമേ മഞ്ഞ് നിറഞ്ഞ പ്രദേശത്ത് നേഹിക്കി ആഞ്ച് സ്നേഹത്തിൻ്റെ ഒരു തുള്ളി. അപ്പോൾ മഞ്ഞ് പ്രദേശത്തൂടെ നടക്കുമ്പോൾ നമ്മൾ എന്ത് അന്വേഷിക്കുക ഒരല്പം ചൂട് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാം കഴിഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാമൊക്കെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോഴേക്കും കാലം കഴിഞ്ഞു പോകും. അപ്പോൾ കമല നിർഗുപ്പാക്കി ഹൈക്കു ഹേ യഹ് ഇസ്മേ കവിയത്രി അപ്പോൾ ഡൂണ്ട്തി രഹ ഡൂണ്ടിന് എന്താണ് തിരയുക അന്വേഷിക്കുക ബർഫീൽ മഞ്ഞ് നിറഞ്ഞ നഗരി എന്താണ് പ്രദേശം നേഹ് എന്താണ് സ്നേഹം ആഞ്ച് ചൂട്. അപ്പോൾ മഞ്ഞ് നിറഞ്ഞ പ്രദേശത്തൂടെ നടന്നപ്പോൾ ഒരല്പം സ്നേഹമാവുന്ന ചൂടാണ് കവിയോടെ അന്വേഷിക്കുന്നത്. അപ്പോൾ കമല निगुरपा की हाइकू है यह इसमें कवियत्री कहती है कि ബർഫീലി നഗരിമേ വേ നേഹ് കി ആഞ്ച് ഡൂണ്ട്തി ഹെ മഞ്ഞ് നിറഞ്ഞ പ്രദേശത്തൂടെ നടന്നപ്പോൾ കവി എന്താ അന്വേഷിച്ചത് ബർഫീലി നഗരിമേ വേ നേഹ് കി ആഞ്ച് ഡൂണ്ട്തി ഹെ സ്നേഹമാകുന്ന ചൂടാണ് അന്വേഷിച്ചത്. ബർഫ് സെ ഭരെ ഹുए നഗർ में सुंदर मौसम में रहने पर भी उनका मन नेह की गर्मी ढूंढती है. അപ്പോൾ മഞ്ഞ് നിറഞ്ഞ പ്രദേശത്തൂടെ നടന്ന സമയത്തും കവിയത്രിക്ക് ഏറ്റവും മനോഹരമായ ഒരു മനസ്സാണ് തോന്നിയത്. സുന്ദർ മൗസമ്മേ രഹനെ പർഫി നല്ല മനോഹരമായ ഒരു ചുറ്റുപാടിൽ താമസിക്കുന്നപ്പോഴും അവരുടെ മനസ്സ് സ്നേഹമാകുന്ന ഒരു ചൂട് എന്ത് ചെയ്തു അന്വേഷിച്ചു. ഉസ്കാ മൻ പ്യാർ ചാത്താ ഹെ കവി എന്താണ് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചൂടിനെയാണ് എല്ലാവരും തിരയുന്നത്. അപ്പോൾ മഞ്ഞ് നിറഞ്ഞ നഗരത്തിൽ സുന്ദരമായ കാലാവസ്ഥയിൽ ജീവിച്ചിട്ട് അവരുടെ മനസ്സ് തിരയുന്നത് എന്താണ് സ്നേഹത്തിൻ്റെ ചൂടാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് സ്നേഹം. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് വരികൾ വരുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ഹൈക്കു കാ രചയിത കോൻ ഹെ ആരാണ് ഈ ഹൈക്കു എഴുതിയിരിക്കുന്നത്. ഫസ്റ്റത്തെ ഹൈക്കു തന്നിട്ട് പരീക്ഷയ്ക്ക് ഈ 3 ഹൈക്കുയിൽ ഏതെങ്കിലും ഒരു ഹൈക്കു തരും. എന്നിട്ട് അതിലൊരു മുൻപേടും കവിയുടെ പേരും ചോദിക്കാം. അതിനുശേഷം അതിൻ്റെ ആശയമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇസ് ഹൈക്കു കാ രചയിത ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് സുരംഗമ്മ യാദവ്. ബാഡ് ശബ്ദ കാ സമാൻ പദ് ബാഡിൻ്റെ വേറൊരു വാക്കാണ് പ്രളയം. സൂഖായ ബാഡ് പഠനെ പർ കിസ്കി ജിന്ദഗി മുഷ്കിൽ മേ പട് ജാതി ഹെ ആരുടെ ജീവിതമാണ് പ്രയാസത്തിലാവുന്നത്. ഗരീബ് സൂഖായ ബാഡ് കിൻ കിൻകെ പ്രതീക് ഹോത്തെ ഹെ സൂഖായ ബാഡ് എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ സൂഖ എന്നുള്ള അമീരിയും ബാഡ് എന്നുള്ളത് ഗരീബി. അപ്പോൾ അമീർ ഓർ ഗരീബ് കാ സദാ ഫുഹാർ കിസ് ഹാലത്ത് की ओर इशारा करता है यहाँ स्वार्थी मानवता की ओर. ഇവിടെ ആൻസറും കൊടുത്തിട്ടുണ്ട്.
യഹാ സ്വാർത്ഥി മാനവിത കി ഓർ ഇഷാര കിയാ ഹെ. സ്വാർത്ഥരായ മനുഷ്യരെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ജോ ദൂസരോ കെ ദുഃഖ് മേ ഭി അപ്നി ഖുഷിയാ തലാഷ് രഹത്തെ ഹെ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സ്വന്തം സന്തോഷം അന്വേഷിക്കുന്നവരാണ് പലരും. ഇനി വരുന്നത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന കാ ഖ ഗ ഖ അങ്ങനെ വേണം എഴുതേണ്ടത്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് നോക്കി എഴുതുക. സാഹബ് എന്ന് പറഞ്ഞവിടെ അമീറാണ്. ബാഠ് പ്രളയ്, പുഹാർ ചോട്ടി ബൂന്തെ. അപ്പോൾ സാഹബ് എന്ന് പറഞ്ഞാൽ അമീർ, ബാഠ് എന്ന് പറഞ്ഞാൽ പ്രളയ്, പുഹാർ എന്ന് പറഞ്ഞത് ചോട്ടി ബൂന്തെ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് കായിൽ വരുന്നത്. അടുത്തത് കവിതയുടെ ആശയം. സുരംഗമ്മ യാദവ് കി യഹ് ഹൈക്കു में അമീർ और ഗരീബ് ലോഗോं का अंतर बताता है. ഇതിൽ പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും വ്യത്യാസമാണ് കവി പറയുന്നത്. സൂഖെ പടേ യാ ബാഡ് ആയേ ഗരീബ് ആദ്മി കോ ഹി പരേശാനി ഹോത്തി ഹെ. ഇപ്പോൾ സൂഖ വരൾച്ചയായാലും ബാഡ് വെള്ളപ്പൊക്കമായാലും ഗരീബ് ആദ്മി കോ ഹി പാവപ്പെട്ട ആൾക്കാർക്കാണ്. ഗരീബ് എന്താണ്? പാവപ്പെട്ട. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്കാണ് വിഷമങ്ങൾ ഉണ്ടാകുന്നത്, പരേശാനി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. വേ ഹാർ മുഷ്കിൽ കാ സാമന കർത്തെ ഹെ. അവരെന്ത് ചെയ്യുന്നു? എല്ലാ പ്രതിസന്ധികളെയും എല്ലാ തടസ്സങ്ങളെയും എന്ത് ചെയ്യുന്നു? നേരിടുന്നു. അമീർ ലോഗ് ഹമേഷ ആരാമേ രഹത്തെ ഹെ. പക്ഷേ പണക്കാരെന്ത് ചെയ്യുന്നു? എപ്പോഴും വിശ്രമിക്കുന്നു. കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് എന്നും കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. സുരംഗമ്മ യാദവ് കി യഹ് ഹൈക്കു में अमीर और गरीब लोगों का अंतर बताता है. क्या बताता है? अमीर और गरीब लोगों का अंतर. सूखे या बाढ़ पड़ आए गरीब आदमी को ही परेशानी होती है. पर क्या आने पर? सूखा या बाढ़ आने पर गरीब आदमी को ही परेशानी होती है. वे हर मुश्किल का सामना करते हैं. वे क्या करता है? हर मुश्किल का सामना. अमीर लोग हमेशा आराम में रहता है. अमीर लोग क्या करता है? हमेशा आराम में रहते हैं. അടുത്ത രണ്ടാമത്തെ പദ്യത്തിൽ ഹൈക്കോ ആണ്. ബർഫീലി നഗരിമേ കവിയത്രി ക്യാ ഡൂണ്ട് രഹി ഹെ. മഞ്ഞ് നിറഞ്ഞ പ്രദേശത്തൂടെ പോയപ്പോൾ കവി എന്താണ് അന്വേഷിച്ചത്? സ്നേഹ്. നേഹ് ശബ്ദ കാ അർത്ഥ ക്യാ ഹെ. നേഹിൻ്റെ അർത്ഥവും സ്നേഹ തന്നെയാണ്. അടുത്ത് ആഞ്ച് ശബ്ദ കാ അർത്ഥ. ആഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഞ്ച് വരുന്നത് 8ാമത്തത് ആഞ്ച് ഗർമി. ആഞ്ച് എന്നുള്ളത് ഗർമിയാണ്. തലാഷ് എന്ന് പറയുമ്പോൾ ഡൂണ്ടിന. തലാഷ് ഡൂണ്ടിന. നേഹ് കി ആഞ്ചോർ ബർഫീലി നഗരി സെ ക്യാ താൽപര്യ ഹെ. രണ്ടാമത്തേൽ വരുന്നത് कमला नुरगुप्पा का यह हाइकू ऐसी व्यक्ति के बारे में बताता है जो ठंडी और बेसकी भरी जगह में प्यार और स्नेह की तलाश कर रहा है. അപ്പോൾ ഇതിൽ കവി തണുത്ത നിറഞ്ഞ പ്രദേശത്തൂടെ പോയപ്പോഴും തണുപ്പ് വന്നപ്പോഴും കവി ആ വ്യക്തി ആഗ്രഹിക്കുന്നതാണ്? ചൂടാണ്. ജിസ് പ്രകാർ ബർഫീലി ജഗഹ പർ തണ്ടക് ഹോത്തെ ഹെ. മഞ്ഞ് നിറഞ്ഞ പ്രദേശത്ത് എപ്പോഴും എന്തായിരിക്കും? തണുപ്പായിരിക്കും. ഉസി പ്രകാർ യഹാ ഭാവാത്മക രൂപ സേ ഹി അപ്പനാപ്പൻ കി കമി മഹസൂസ് ഹോ രഹി. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് തോന്നിയത്. സ്നേഹ വ്യക്തിക്കോ മുഷ്കിൽ പരിസ്ഥിതിയാമേ സഹാര ദേ സക്താ ഹെ. സ്നേഹമാണ് ഏതൊരു വ്യക്തിയെയും പ്രയാസങ്ങളിൽ നിന്ന് സഹായത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് സഹായം, നമുക്ക് ഒത്തിരി സ്നേഹം ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് വലിയ സഹായമായിട്ട് മാറും. ലാസ്റ്റത്തത് ലാട്ടിയാം ബൂട്ടാപ്പേ കി ദിക്തി നഹി ഇൻ പങ്ക്തിയോ കാ ആശയം. യഹ് ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ദ്വാര രചിത് ഹെ. ഗോപാൽ ബാബു ശർമ്മ എഴുതിയതാണ്. इसमें समाज के बदलते मूल्यों और वृत्तजनों की उपेक्षा पर तीव्र प्रहार करता है. इसमें ഇതിൽ സമാജിക്കെ ബദൽത്തെ മൂല്യം ഓർ സമൂഹത്തിൽ മാറി വരുന്ന മൂല്യങ്ങളെക്കുറിച്ചും വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു തീവ്രമായ സംഭവങ്ങളെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ സമ്പത്തൊക്കെ കൂടുമ്പോൾ ഇതൊന്നും ആരെയും നോക്കാൻ നേരമില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വൃദ്ധജനങ്ങളെ വൃദ്ധസ്ഥലങ്ങളിലേക്ക് ആക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ അവിടെ കഴിയാണ്, അവരൊക്കെ ഓർത്തുകൊണ്ട്. വൃദ്ധപിതാ അപ്പനി ബൂട്ടാപ്പേക്ക് ലാട്ടിയ ഡൂണ്ട് രഹേ ഹെ. വൃദ്ധനായ അച്ഛൻ വയസ്സാം കാലത്ത് തൻ്റെ വടി അന്വേഷിക്കുകയാണ്. ലേക്കിൻ ലാട്ടി യാനി മദത് കാ ഹാത്ത് കഹി നഹി ദിഖി. പക്ഷേ വടി അല്ലെങ്കിൽ മദത് സഹായം, ഹെൽപ്പ്, ഒരു കൈത്താങ്ങുന്നില്ല അവിടെ കാണുന്നില്ല. ലാട്ടിയാ കേവൽ ലക്കടി കി ചടി നഹി ബൽക്കി അപ്പനാപ്പൻ ദേഖ്ഭാൽ ഓർ സമ്മാൻ കാ പ്രതീക് ഹെ. അപ്പോൾ വടി എന്നുള്ളത് അവിടെ ഒറ്റപ്പെടലല്ല, സ്വന്തം അല്ലെങ്കിൽ നോക്കുക എന്നൊരു പ്രതീകമാണ് ഉപയോഗിക്കുന്നത്. സ്വന്തം എന്നൊരു തോന്നൽ അവിടെ കിട്ടുന്നില്ല. അതാണ് കവിയോട് ഉദ്ദേശിക്കുന്നത്. വർത്തമാൻ സമാജമേ വൃദ്ധ മാതാപിതാ ഉപേക്ഷാ കാ ശിക്കാർ ഹോ രഹേ ഹെ. വാർദ്ധക്യമാവുമ്പോൾ
മാതാപിതാക്കളിൽ നിന്ന് ഇന്നത്തെ യുഗത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് വേട്ടയാടുകയാണ്. യഹ ഹൈക്കു സാമാജിക സച്ചായി ഓർ നഷ്ട ഹോതി മാനവീയ സംവേദനാവും കി ഓർ ഇഷാര കർത്താ ഹെ. നഷ്ടപ്പെടുന്ന മനുഷ്യത്വത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ഇനി നിബന്ധം എഴുതാൻ ചോദിക്കും. ജിന്ദഗി കി ചുനൗത്തിയ, ജീവിതമാകുന്ന വെല്ലുവിളികൾ. ജിന്ദഗി കി ചുനൗത്തിയോं का एक സിൽസില ഹെ. ജീവിതം എന്ന് പറഞ്ഞത് വെല്ലുവിളിയുടെ വലിയൊരു ശൃംഖലയാണ്. ഹർ മോഡ് പർ നയി മുഷ്കിൽ ആത്തി ഹെ. ഓരോ പ്രതിസന്ധിയിലും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഓരോ വശത്ത് ഓരോ ഘട്ടം കഴിയുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. ലേക്കിൻ ഇൻഹി മുഷ്കിലോं का सामना करके हम मजबूत बनते हैं. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്, സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ജീവിതത്തിൽ പുതിയ പുതിയ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമ്മൾ സ്വയം ആർജിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഒരു വെല്ലുവിളി നമുക്ക് തടസ്സമായി വരില്ല. ചുനൗതിയ ഹമേ സിക്കാത്തി ഹെ. വെല്ലുവിളികൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓർ ബെഹത്തർ ഇൻസാൻ ബനാത്തി ഹെ. ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നു. സ്വാർത്ഥി മാനസികതാക്കി ചുനൗത്തി. സ്വാർത്ഥരായ മനുഷ്യൻ്റെ ഒരു വെല്ലുവിളി. ബൂട്ടാപ്പിക്ക് അക്കേലപ്പൻ. വാർദ്ധക്യമാകുമ്പോൾ ഒറ്റപ്പെടൽ. അസഹായതാക്കി ചുനൗത്തി. സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ഒരു വെല്ലുവിളി. പ്യാറോ അപ്പൻക്ക് തലാഷിക്ക് ചുനൗത്തി. സ്നേഹത്തിനും സ്വന്തമെന്നും പറയാനും ആരുമില്ലാതെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കും, അതൊരു വെല്ലുവിളിയാണ്. ഈ സബ് ഹമാരി സിന്ദഗിക്ക് ബഡി ബഡി ചുനൗത്തിയ ഹെ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വെല്ലുവിളികൾ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോരോ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് വരെ വീട്ടുകാരുടെ സഹായത്തിലെല്ലാം പഠിച്ച് സ്വന്തം കാലം നിൽക്കും. +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ വലുതായി ജോലിക്കൊക്കെ പോകുമ്പോൾ അപ്പോഴവിടെ മാതാപിതാക്കളൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. കുറേ കാലം കഴിയുമ്പോൾ അവരൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ സമൂഹത്തിലും ജീവിതത്തിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ വരുന്ന പ്രതിസന്ധികളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ സ്വയം തരണം ചെയ്യാനുള്ള ഒരു ശക്തി സ്വയം ആർജിക്കുക. ലേക്കിൻ ഉൻസെ ഡർനാ നഹി ചാഹിയെ. ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. ഹമേ ഉൻകാ സാമന കർണാ ചാഹിയെ. എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ തരണം ചെയ്യുക. ഓർ ഉൻസെ സീഖ്നാ ചാഹിയെ. ആ പഠിച്ച പാഠത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഓരോ അനുഭവങ്ങൾ ഓരോ പാഠം കാണും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായത്, എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു, ആ വിഷമങ്ങളിൽ നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നോ, ഇനി ആരില്ല, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് സ്വയം ആർജിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ശരിയായ ഒരു വഴി കണ്ടെത്തുക. യഹി ഹമാരി ജിന്ദഗിക്ക് ജീത്ത് ഹെ. അവിടെയാണ് നമ്മുടെ ജീവിത വിജയം. അപ്പോൾ ജീവിതം വിജയിക്കുന്നത് ചെയ്യണം, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഹൈക്കു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല മേഖല എത്താൻ കഴിയട്ടെ. എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്യാനുള്ള കരുത്ത് ഈശ്വരൻ തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക, ബഹുമാനിക്കുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലുത് പഠിത്തം തന്നെയാണ്. എത്രത്തോളം നമ്മൾ പഠിക്കുമോ അത്രത്തോളം നമ്മൾ മഹത്വമുള്ളതായി മാറുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും